Kuwait Janam, brought to you by Pawans, the first choice of the parents for the best education. Powered by Medax Medical Care, Royal Seagull and Phoenix Group of Companies, Al Rashid Cargo. നമസ്കാരം, കുവൈറ്റ് ജനത്തിന്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓർമ്മകളുടെ ആഘോഷമാണ് പ്രവാസികൾക്ക് ഓരോ വിശേഷ ദിവസവും. കണിയൊരുക്കിയും കൈനീട്ടം നൽകിക്കൊണ്ടും കുവൈറ്റിലെ പ്രവാസികളും വിഷു ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. ഇത്തവണത്തെ വിഷു പ്രവൃത്തി ദിവസമായതിനാൽ അവധി ദിനങ്ങളാണ് വിഷു ആഘോഷിക്കാൻ പ്രവാസികൾ തിരഞ്ഞെടുത്തത്. സമ്പൽ സമൃദ്ധിയുടെ കണിക്കാഴ്ചകളുമായി മലയാളി കൂട്ടായ്മകളുടെ വിഷു ആഘോഷങ്ങൾ കാണാം. ചെത്തിമന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ ഉണർത്തി കണി കണ്ടും വിഷു കൈനീട്ടം നൽകിയുമെല്ലാം മലയാളി വിഷു ആഘോഷം കെങ്കേമമാക്കി. വിഷു ആഘോഷിക്കുന്നതിനുള്ള കണിവെള്ളരിയും കണിക്കൊന്നയും പച്ചക്കറികളുമെല്ലാം നാട്ടിൽ നിന്നും ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഹൈപ്പർ മാർക്കറ്റുകളിൽ എത്തിയതിനാൽ മനോഹരമായ കണിയൊരുക്കാൻ പ്രവാസികൾക്ക് സാധിച്ചു. പരമ്പരാഗത ശൈലിയിൽ സമൃദ്ധമായി തന്നെയാണ് മലയാളി വീടുകളിൽ കണിയൊരുക്കിയത്. കണിവെള്ളരി, ചക്ക, മാമ്പഴം, അരി, തേങ്ങ, പഴം, സ്വർണം, കണിക്കൊന്ന തുടങ്ങിയവ കൊണ്ടുള്ള സമൃദ്ധമായ കണിയാണ് ഉണ്ണിക്കണ്ണനോടൊപ്പം വിഷുപ്പുലരിയിൽ കണി കണ്ടുണരുന്നത്. പിന്നീട് സമൃദ്ധിയുടെ വിഷു കൈനീട്ടം. നാടിൻ്റെ പൈതൃകം ഗൾഫിൻ്റെ പ്രവാസി ബാല്യങ്ങൾക്ക് പകർന്നു നൽകുന്നത് ഇത്തരം ആഘോഷങ്ങളിലൂടെയാണ്. വളരെ നമുക്ക് വീണ് കിട്ടുന്ന ഇങ്ങനത്തെ നല്ല മുഹൂർത്തങ്ങൾ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്ത് എല്ലാവരെയും കുടുംബ സുഹൃത്തുക്കളെയും കൂട്ടുകാരെയും കൂട്ടി ഞങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. കുട്ടികൾക്ക്, വരുന്ന തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്ക് ഞങ്ങളുടെ ഈ രീതികൾ അനുകരിക്കാനും ഒക്കെയുള്ള ഒരു സന്ദർഭമാണ്. കാര്യം വെച്ചാൽ ഇവിടെ അതിനൊന്നും ഒരു ഇതില്ല, മീൻസ് ആരുമില്ലാതെ പിള്ളേർക്ക് എന്താണ് നമ്മുടെ അനുഷ്ഠാനങ്ങൾ, ജീവിതങ്ങൾ ഒന്നും അറിയാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ തലമുറ വളർന്നു വരുന്നത്. അവർക്ക് കൂടെ ഒരു മാതൃകയാക്കിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നാട്ടിൽ നമ്മൾ ചെയ്യുന്നതിൽ കൂടുതലായിട്ട് പ്രവാസ ജീവിതത്തിൽ പ്രവാസികളെല്ലാവരും കൂടെ ഈ കൂടുതൽ വിഷുവും ഓണവും ഒക്കെ ആഘോഷിക്കുന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്, വിഷു സദ്യ ഉണ്ട്, ചെറിയ ചെറിയ കലാപരിപാടികൾ എല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നു. കണി കാണാൻ മലർമാലൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിരിച്ചിലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാ കണി കാണാൻ.
വിവിധ സംഘടനകളും കൂട്ടായ്മകളും വിപുലമായ പരിപാടികളാണ് വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കുന്നത്. ഇത്തവണത്തെ വിഷു പ്രവൃത്തി ദിവസമായതിനാൽ അവധി ദിനങ്ങളാണ് വിഷു ആഘോഷിക്കാൻ പ്രവാസികൾ തിരഞ്ഞെടുത്തത്. സംഘടനകൾ വിപുലമായ സദ്യയടക്കം വിവിധ പരിപാടികളാണ് ഒരുക്കിയത്. പലരും സുഹൃത്തുക്കളെയും മറ്റും വീടുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് വിഷു ആഘോഷമാക്കിയത്. കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലയുടെ വനിതാവേദി ഞങ്ങൾ ഈ വർഷം ഒരു വിഷു ആഘോഷം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിഷു സദ്യയും പാട്ടുകളും ഡാൻസുകളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. വിഷുക്കണിയൊക്കെ നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. പൂക്കളൊക്കെ കണിക്കൊന്ന പൂവൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മുല്ലപ്പൂക്കളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ വീട് മുഴുവൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിഷുവിൻ്റെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ജോലി തിരക്കിനിടയിലും ഫ്രണ്ട്സിനെ എല്ലാം ഞങ്ങളെല്ലാം കൂടെ ഒത്തൊരുമിച്ച് കാണാൻ സാധിക്കുന്നതിലും ഒന്നിച്ചിരുന്ന് ഫോട്ടോ എടുക്കാനും പാട്ട് പാടാനും എല്ലാം സാധിക്കുന്നതിൽ, സദ്യ കഴിക്കാനും എല്ലാം സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. കുടുംബങ്ങളായി താമസിക്കുന്നവരാണെങ്കിലും ബാച്ചിലർ റൂമുകളിലുള്ളവരാണെങ്കിലും സദ്യവട്ടം ഒരുക്കാതെ ഒരാഘോഷവും കടന്നു പോകാറില്ല. നാട്ടിലേക്കാൾ ഗംഭീരമായാണ് പ്രവാസ ലോകത്ത് വിഷു ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരളപ്പുടവയും മുണ്ടുമുടുത്ത് മലയാളികൾ ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. മലയാള നാടിനെ വെല്ലുന്ന ആഘോഷ പരിപാടികളാണ് എന്നും പ്രവാസികളുടേത്. അസോസിയേഷനുകളും കൂട്ടായ്മകളും സദ്യയും കലാപരിപാടികളും സംഗീത നിശകളും ഒക്കെയായി വിപുലമായ ആഘോഷ പരിപാടികളാണ് വരുന്ന അവധി ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കണി കാണും നേരം കമലനേത്രന്റെ നിറമേഴും വർണ്ണത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരമണിഞ്ഞു കാണണം ഭഗവാനേ. മെഡെക്സ് കോഴിക്കോട് ഫെസ്റ്റ് 2025 എന്ന പേരിൽ നടക്കുന്ന ആഘോഷത്തിൽ പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന സംഗീത പരിപാടികൾക്കൊപ്പം മഹിളാവേദി അവതരിപ്പിക്കുന്ന പ്രത്യേക നൃത്താവിഷ്കാരവും അരങ്ങിലെത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ MD വാസുദേവൻ നായർ നഗറിലാണ് മാംഗോ ഹൈപ്പറിന്റെ സഹകരണത്തോടെ നടക്കുന്ന മെഡെക്സ് കോഴിക്കോട് ഫെസ്റ്റ് ഒരുങ്ങുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി മുതൽ ആരംഭിക്കുന്ന മെഡെക്സ് കോഴിക്കോട് ഫെസ്റ്റിൽ നാട്ടിൽ നിന്നുള്ള 8ഓളം കലാകാരന്മാരാണ് കുവൈറ്റിലെത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്ബർ ഖാൻ, സജിലി സലീം, സലീൽ സലീം, സമിയ, വിഷ്ണു തുടങ്ങിയ ഗായകരും പ്രശസ്ത കീബോർഡിസ്റ്റ് സുശാന്ത്, സന്തോഷ്, ബൈജു എന്നിവർ അടങ്ങുന്ന ഓർക്കസ്ട്ര ടീമുമാണ് ഫെസ്റ്റിന്റെ സംഗീത വിരുന്ന് നയിക്കുന്നത്. സംഘടനയുടെ മഹിളാവേദി, ബാലവേദി ടീമുകളുടെ സസ്നേഹം മണിച്ചേട്ടൻ എന്ന പ്രത്യേക നൃത്താവിഷ്കാരവും അരങ്ങിലെത്തുന്നുണ്ട്. പ്രസിഡന്റ് രാകേഷ് പറമ്പത്ത്, ജനറൽ സെക്രട്ടറി ഷാജി KV, ട്രഷറർ ഹനീഫ് C, ഫെസ്റ്റ് ജനറൽ കൺവീനർ നജീബ് PV, മീഡിയ സെക്രട്ടറി റഷീദ് KK, മെഡെക്സ് മെഡിക്കൽ കെയർ പ്രസിഡന്റ് മുഹമ്മദ് അലി VP, മാംഗോ ഹൈപ്പർ ഓപ്പറേഷൻ മാനേജർ മുഹമ്മദ് അലി, അഹമ്മദ് അൽ മഗ്രിബി പെർഫ്യൂംസ് കൺട്രി മാനേജർ ഹസൻ മൻസൂർ ഷൂരി, രക്ഷാധികാരികളായ സിറാജ് എർനിക്കൽ, അബ്ദുൽ നജീബ് TK, മഹിളാവേദി പ്രസിഡന്റ് ഹസീന ഷറഫ്, സെക്രട്ടറി രേഖ എന്നിവർ മെഡെക്സ് മെഡിക്കൽ കെയർ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. NCP വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നിയമിതനായ പ്രവാസി മലയാളി ബാബു ഫ്രാൻസിസിന് സ്വീകരണം നൽകി. കുവൈറ്റ് വിമാനത്താവളത്തിൽ ONCP നാഷണൽ ട്രഷറർ ബിജു സ്റ്റീഫൻ, കുവൈറ്റ് പ്രസിഡന്റ് ജീവ്സ് എരഞ്ചേരി തുടങ്ങിയവർ ചേർന്നാണ് ബാബു ഫ്രാൻസിസിനെ സ്വീകരിച്ച് അഭിനന്ദിച്ചത്. പത്തനംതിട്ട ഗിരീഷ് കർണാട് തിയേറ്റർ സ്മാരകവേദിയുടെ നാടക പുരസ്കാരം പ്രഖ്യാപിച്ചു. കുവൈറ്റ് പ്രവാസി ഷമീഷ് കുമാറിനാണ് 5ാമത് തിയേറ്റർ നാടക പുരസ്കാരം. മെയ് 19 പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര ഗാന രചയിതാവ് വയലാർ ശരചന്ദ്ര വർമ്മ അവാർഡ് കൈമാറുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്ത്യൻ സ്കൂൾ ഓഫ് എക്സലൻസ് കുവൈറ്റ് പുതിയ അക്കാദമിക് വർഷത്തിന് തുടക്കം കുറിച്ച് LKG പേരന്റ് ഓറിയേഷൻ പരിപാടി സംഘടിപ്പിച്ചു. സന്തുലിതമായ കുട്ടികളെ വളർത്തുന്നതിനുള്ള പ്രധാന മാർഗനിർദ്ദേശങ്ങൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഡയറക്ടർ ഷെർലി ഡെന്നിസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ ബിസ്മിത ഷംസുദ്ദീൻ നന്ദി പറഞ്ഞു. സാരഥി കുവൈറ്റ് മംഗഫ് ഈസ്റ്റ് യൂണിറ്റ് വിശ്വാഘോഷം സംഘടിപ്പിച്ചു. കണികാണും നേരം എന്ന പേരിൽ നടന്ന പരിപാടിയിൽ അംഗങ്ങളും കുട്ടികളും അണിയിച്ചൊരുക്കിയ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി.
മംഗഫ് ഈസ്റ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിഷു ആഘോഷം മനോഹരമായ വിഷുക്കണി, വിഷു കൈനീട്ടം, സ്വാദിഷ്ടമായ വിഷുസദ്യ, യൂണിറ്റ് അംഗങ്ങളും കുട്ടികളും അണിയിച്ചൊരുക്കിയ ദൃശ്യ വിസ്മയ വിരുന്ന് എന്നിവകൾ കൊണ്ട് തന്നെ ശ്രദ്ധേയമായിരുന്നു. ശ്രീകൃഷ്ണ വേഷമണിഞ്ഞെത്തിയ ഉണ്ണിക്കണ്ണന്മാർ, ഉറിയടി എന്നിവയും നടന്നു. യൂണിറ്റ് കൺവീനർ മനു കെ മോഹനന്റെ അധ്യക്ഷതയിൽ നടന്ന ആഘോഷ പരിപാടി പ്രസിഡന്റ് ജിതേഷ് MP ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വനിതാവേദി കൺവീനർ സീമ ബിനു വിഷുദിന സന്ദേശം നൽകി. ജനറൽ സെക്രട്ടറി വിനോദ് ചീപ്പാറ, സെക്രട്ടറി സൈജു ചന്ദ്രൻ, ജോയിന്റ് ട്രഷറർ വിനേഷ് വാസുദേവ്, ട്രസ്റ്റ് ചെയർമാൻ ജിതിൻ ദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി മുകേഷ് നന്ദനം സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ജിനു CJ നന്ദിയും പറഞ്ഞു. ICSK അമ്മൻ ബ്രാഞ്ചിൽ റീഡേഴ്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ചോങ്കിങ് യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ചൂഷെ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കുട്ടികളുടെ വായനാശീലം വളർത്തുന്നതിനും ബുക്കുകൾ കൈമാറി അറിവും പൊതുവിജ്ഞാനവും വർദ്ധിപ്പിക്കുന്നതുമാണ് ക്ലബിന്റെ ലക്ഷ്യമെന്ന് പ്രിൻസിപ്പൽ രാജേഷ് നായർ പറഞ്ഞു. ക്ലബ് സെക്രട്ടറി റീമ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മേരി ഐസക് എന്നിവർ സംസാരിച്ചു. പഹൽഗ്രാമിൽ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റി ആദരാഞ്ജലി അർപ്പിച്ചു. പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സാമുവൽ ചാക്കോ കാട്ടൂർ കളിക്കൽ അധ്യക്ഷത വഹിച്ചു. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റ് അപലപിച്ചു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വിഘാതമാകുന്ന ഏതൊരു ശക്തിയെയും നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് സുധീർ വി മേനോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഹരി ബാലരാമപുരം സംസാരിച്ചു. ട്രാക്ക് മെഡിക്കൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തക അലീഷ്യ കെ ഉദ്ഘാടനം ചെയ്ത സെമിനാർ ഡോക്ടർ സുസോവന സുജിത് നായർ, ഡോക്ടർ ശങ്കരനാരായണൻ എന്നിവർ ക്ലാസുകൾ അവതരിപ്പിച്ചു. ക്യാൻസർ അവബോധം, വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം, കുട്ടികളിലെ അമിത മൊബൈൽ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയായിരുന്നു തിരുവനന്തപുരം നോൺ റെസിഡൻസ് അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് MA നിസാം അധ്യക്ഷത വഹിച്ച ചടങ്ങ് സാമൂഹ്യ പ്രവർത്തക അലീഷ്യ കെ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുസോവന സുജിത് നായർ, ഇന്ത്യൻ മിലിറ്ററി ഹോസ്പിറ്റൽ സർജൻ ഡോക്ടർ ശങ്കരനാരായണൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ അവതരിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തക ഷൈനി ഫ്രാങ്ക്, വൈസ് പ്രസിഡന്റ് മോഹനകുമാർ എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. ജനറൽ സെക്രട്ടറി R രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശ്രീരാഗം സുരേഷ്, ട്രാക്ക് വനിതാവേദി ജോയിന്റ് ട്രഷറർ അശ്വതി അരുൺ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ജോയിന്റ് കൺവീനർ അരുൺകുമാർ സ്വാഗതവും കൺവീനർ മോഹൻകുമാർ നന്ദിയും പറഞ്ഞു. സേവാദർശൻ സാൽമിയ മേഖലയുടെ നേതൃത്വത്തിൽ വിഷു സേവാ ദിനം സംഘടിപ്പിച്ചു. ബാലദർശൻ കുട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടാണ് വിഷു ആഘോഷം അരങ്ങേറിയത്. സേവാദർശൻ സാൽമിയ മേഖലയിലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുകൂടിയ വിഷു സേവാ ദിനാഘോഷ പരിപാടി കബ്ദിലെ ഫാം ഹൗസിലാണ് സംഘടിപ്പിച്ചത്. സാൽമിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങളും സുഹൃത്തുക്കളും കുടുംബത്തോടുമൊപ്പം ഒത്തുചേരുവാനും പരസ്പരം പരിചയപ്പെടുവാനുമുള്ള വേദിയായി മാറുകയായിരുന്നു സേവാദർശൻ സാൽമിയയുടെ വിഷു സേവാ ദിന പരിപാടി. സാൽമിയ ജോയിന്റ് സെക്രട്ടറി C സജിത് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി സനൽ പ്രഭാകരൻ അധ്യക്ഷ പ്രസംഗം നടത്തി. സേവാ കോർഡിനേറ്റർ നന്ദകുമാർ സേവാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സേവാദർശൻ കുവൈറ്റ് സേവാ കോർഡിനേറ്റർ രാധാകൃഷ്ണൻ വിഷു സേവ സന്ദേശം നൽകി. ഇതിന് മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്, വിഷു സേവാ ദിനം എന്നുള്ളത്. അപ്പം വിഷു എന്നുള്ള ദിനം സേവയ്ക്കും കൂടിയാണ് എന്നുള്ള വലിയൊരു മഹത്തായ സന്ദേശം നമ്മുടെ ഉള്ളിലേക്ക് തരികയാണ് ഈ ഒരു പരിപാടിയിലൂടെ ഇതിന്റെ സംഘാടനം ചെയ്യുന്നത്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിനീഷ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജോയിന്റ് കൺവീനർ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. വൈവിധ്യമാർന്ന കലാകായിക വിനോദ പരിപാടികളും ഗാനമേളയും അരങ്ങേറി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പ്രത്യേക പരിപാടികളും ഒരുക്കിയിരുന്നു. Kuwait Janam, brought to you by Pavans, the first choice of the parents for the best education. powered by
Medex Medical Care, Royal Seagull and Phoenix Group of Companies, Al Rashid Cargo. Hello viewers, welcome to KQ Matters 2024 organized by Pavan's Indian Educational School, Kuwait. Today, in this quizzing compact, we have the category of grade 9s to 12. Once again, welcome to KQ Matters 2024, where knowledge reigns supreme. Now we go to the next segment, which is sports. Question number 1 to Team A, we follow the same sequence. It is not about football. Identify the sports car. Your time started. 27 seconds. 26. Very popular. Formula 1. Identify the car. T1. No. The correct answer is, you can see Red Bull Racing RB18 from 2022 season, driven by Max Verstappen. Now we go to Team B. Question is ready here. The playground for cricket is called pitch. So what is the play area for table tennis called? Table tennis. Some of you play table tennis, I know. So what is the play area for table tennis? 18 seconds, 17 seconds. Is it table? Table. Sorry, your answer is wrong. Yes, it's played on a table, but it is called board. B-O-A-R-D. So he just guessed because it is table tennis. So table maybe. Next question is to Team C. This image shows a gymnast performing on uneven parallel bars. What is the force's name that causes the gymnast to remain in circular motion around the bar? It's a scientific term. What is the force called? Is it torque? Torque? Yeah. That is the final answer? Yeah, it's fine. Yeah, your answer is incorrect. The correct answer is centrifugal force. Is it a new term for you? No, never. You study science. You studied in science. In physics, specifically. Team D. Speed gun technique was discovered to measure the speed of service of players in lawn tennis, whereas this technique was first used in cricket in 1999. Name the principle involved in speed gun technique. Again, a scientific principle. 17, 15. Bernoulli's principle of speed. No, the answer is wrong. The correct answer is Doppler effect. Okay, now we have come to the end of the first round. Now we go to the second round of the segment, sports. Question to Team A. What scientific reason justifies the use of spiked shoes in track and field? Newton's third law. Newton's third law? No, the answer is wrong. The scientific principle here is friction. That's why people use spiked shoes on the tracks. Next question is to Team B. The Ashes Test Series is played between two countries. England and Australia. England and Australia. So are you 100% sure? Okay, his answer is correct. The correct answer is England and Australia. Next question, question number 3 in the second round to Team C. Team C, are you ready? Who is the first bowler to take 200 wickets in IPL history, Indian Premier League history? Answer to this would be, is it Shane Warne? The answer is wrong. The correct answer is Yuzvendra Chahal. Next question, the final question of the segment is to Team D. Team D, your question. What scientific principle explains how a baseball curves when thrown by a pitcher? A scientific principle explaining how a baseball curves when thrown by a pitcher. A scientific principle you learned in science. Yeah, answer? We don't know. You
You don't know the answer? No. At least you can guess. Yeah, you can guess. We get points. No, you will not get points. No passing of questions, okay? Still, you can give the answer, no issues. Projectile. Projectile. No, is an effect again. So the correct answer is Magnus effect. Magnus effect. Yeah, so by this we have come to the end of the second segment, sports. After the first two rounds, the results are ready. Team A with 10 points, Team B with 20 points, Team C 10 points, Team D is with 20 points. Congratulations to all the teams. കുവൈറ്റ് ജനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കുവൈറ്റ് ജനം brought to you by Pavans, the first choice of the parents for the best education. powered by Medax Medical Care, Royal Seagull and Phoenix Group of Companies, Al Rashid Cargo.